കോട്ടയത്ത് നടക്കാനിരിക്കുന്ന ബേഡൻ്റെ പരിപാടിയുടെ മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പ് വേദിയാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കളത്തിപ്പടി ഗിരിദീപം സ്കൂൾ മൈതാനിയിലാണ് വേദി തയ്യാറാകുന്നത്. പടുകുറ്റൻ വേദിയാണ് ബേഡൻ്റെ സംഗീത നിശയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10,000-ന് മുകളിൽ സംഗീത ആസ്വാദകർ എത്തിച്ചേരും എന്ന് തന്നെയാണ് പരിപാടിയുടെ സംഘാടകർ അവകാശപ്പെടുന്നത്. വൈകുന്നേരം 6 മണി മുതലാണ് സംഗീത നിശ തുടങ്ങുന്നു. എന്നാൽ ഏകദേശം 4 മണിയോടുകൂടി തന്നെ ഇവിടെ വേദിയിലേക്ക് കയറ്റാൻ തുടങ്ങും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. AR റഹ്മാൻ്റെയും മൈക്കിൾ ജാക്സൻ്റെയൊക്കെ സംഗീത നിശയെ ഓർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പടുകുറ്റൻ സ്റ്റേജാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ സ്റ്റേജിൻ്റെ രൂപം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ലൈറ്റുകളുടെ ഒരു സാങ്കേതിക വിദ്യ തന്നെ ഈ സ്റ്റേജിന് ചുറ്റുമുണ്ടാവും. 1990-ൽ സംഗീത ചക്രവർത്തി ഇളയരാജ അവതരിപ്പിച്ച ഒരു സംഗീത നിശയുടെ വേദി ഏതാണ്ട് ഇതിൽ ഇത്രത്തോളം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ AR റഹ്മാൻ കോഴിക്കോട് എത്തിയപ്പോഴും ഏതാണ്ട് കോഴിക്കോട് റഹ്മാൻ്റെ സംഗീത പരിപാടി നടന്ന സ്റ്റേജും ഏതാണ്ട് ഈ വലിപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റേജ് ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയൊന്നുമല്ല. ഇപ്പോൾ ഏതാണ്ട് വർക്ക് പകുതിയേ ആയിട്ടുള്ളൂ. പൂർണ്ണതയിൽ എത്തുമ്പോഴേ ഉള്ളൂ സ്റ്റേജിൻ്റെ യഥാർത്ഥ രൂപവും ഭാവവും നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നവംബർ 8-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം ആവേശം മൊത്തം ജനസാഗരമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഏതാണ്ട് 15,000 പേരോളം ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പരിപാടി കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിലാണ് ആദ്യം സംഘടിപ്പിച്ചത്. പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് മാത്രമാണ് വേദി മാറേണ്ടി വന്നത്. ഒരാഴ്ച നീണ്ടു നിന്നു. ഡേറ്റ് മാറിയപ്പോഴത്തേക്കും വേദി നെഹ്റു സ്റ്റേഡിയം വേദി കിട്ടാതെയായെന്നാണ് ഇതിലെ ഒരു കലാകാരൻ എന്നോട് രേഖപ്പെടുത്തുകയുണ്ടായി. എന്തായാലും നവംബർ 8 സെക്കൻഡ് സാറ്റർഡേ ദിനമായ ശനിയാഴ്ച ഇവിടെ ഒരു വൈകുന്നേരത്തോടെ ഈ സംഗീത പരിപാടിക്ക് ഒരു ജനസാഗരം തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒപ്പം തന്നെ നവംബർ 8 ശനിയാഴ്ച ഈ സംഗീത നിശ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് ദീപം FIS ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. സംഘാടകർ അനുവദിക്കുമെങ്കിൽ തത്സമയം, അതല്ലെങ്കിൽ റെക്കോർഡിംഗ് ഏതു തരത്തിലാണെങ്കിലും തീർച്ചയായും ഈ പരിപാടി നമ്മുടെ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് തന്നെ ഏതാണ്ട് 2 കണ്ടെയ്നർ സാധനം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാതെ വേദിയുടെ ഐറ്റങ്ങൾ വേറെ, ലൈറ്റുകൾ വേറെ. ബേഡൻ മ്യൂസിക് നൈറ്റിൻ്റെ വേദിയിൽ നിന്നുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബേഡൻ്റെ പരിപാടിയിലൂടെ നവംബർ 8-ാം തീയതി ശനിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.